അധ്യാപക യാത്രയിലേക്ക് സ്വാഗതം. തൃശ്ശൂരുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് പോയ വിശേഷമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെ മനോഹരമായ ഒരു എൻട്രൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ പേരെല്ലാം എഴുതി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് ഞങ്ങളൊരു ബൈക്ക് റൈഡുമായിട്ടാണ് അങ്ങോട്ട് പോയത്. ഏകദേശം ഒരു 40-45 ബൈക്കും ഉണ്ടായിരുന്നു. അതോടൊപ്പം 2-3 കാറും ഉണ്ടായിരുന്നു. ഇതാണ് പല ഗേറ്റുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. എവിടെ പോയാലും തെളിവ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ്. എവിടെയും നോക്കിയാലും പച്ചപ്പാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ചെടികളും എല്ലാം വളർത്തിയിട്ടുണ്ട്. ഇത് സുവോളജിക്കൽ പാർക്കിൻ്റെ എൻട്രൻസ് ആയിരുന്നു. അത് അവിടുന്ന് അനുവാദം കിട്ടി ഞങ്ങൾ നടന്ന് മുകളിലേക്ക് പോവുകയാണ്. ഇങ്ങേയറ്റം മുതൽ ഏകദേശം കുറേയേറെ ദൂരം അങ്ങേയറ്റം വരെ നടക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെയെല്ലാം പാർക്കിംഗ് ഏരിയ ആണ്. ഇഷ്ടംപോലെ സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ ടീമെല്ലാം കൂടി ഒരുമിച്ച് പോവുകയാണ്. ഇത് നടപ്പാതയാണ്. മുകളിൽ നമുക്ക് കൃത്യമായിട്ട് സോളാറിൻ്റെ പാനലാണ് വെച്ചിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തോന്നി. സോളാറിൻ്റെ പാനലിൻ്റെ കീഴിൽ കൂടി നടന്നു പോവുകയാണ്. ഒരുവിധം നല്ല ദൂരം നടക്കാനായിട്ടുമുണ്ട്. ഇതാണ് സൂവിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള സജ്ജീകരണമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. സുവോളജിക്കൽ പാർക്കിൻ്റെ പേരൊക്കെയും എഴുതി വെച്ചിരിക്കുന്നു. ചെടികൾ കൊണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത് ഞങ്ങൾ കണ്ട ആദ്യത്തെ ഒരു കാഴ്ചയാണ്. ക്രൊക്കോഡൈലാണ്, ചിങ്കണ്ണീനെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി മുന്നോട്ട് ഒത്തിരിയേറെ നടക്കാനായിട്ടുണ്ട്. നടക്കുകയെന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഭാവിയിൽ വല്ല വണ്ടിയൊക്കെയും സജ്ജീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇല്ല എങ്കിൽ നടന്നു പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ സന്ദർശനം വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇത് എന്തെങ്കിലും അവിടെ ഉണ്ടാകുമെന്നാണ് വിചാരിച്ച് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മഴവെള്ള സംഭരണിയാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയുന്നുകൂടാ. എന്തായാലും ചുറ്റും നടപ്പാതയൊക്കെയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലേക്കുള്ള ആ എൻട്രൻസ് വളരെ മനോഹരമാണ്. അടുത്ത കടുവേനെ കാണാനായിട്ടുള്ള പോക്കാണിത്. ഇതാ കടുവ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു. ഇന്നലെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കടുവേനെ കാണാനായിട്ട് സാധിച്ചു. കുറച്ചും കൂടി നേരം കഴിഞ്ഞിരുന്നെങ്കിൽ കടുവ കൂട്ടിൽ കയറുന്ന ഒരു സമയമാണ് എന്നാണ് പറഞ്ഞത്. കൂട്ടിൽ കയറിയാൽ പിന്നെ കടുവേനെ കാണാനായിട്ട് സാധിക്കില്ല. വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കടുവയുടെ നടുക്കത്തൊക്കെ കണ്ടിട്ട് പ്രായം കൂടിയോ എന്നൊരു സംശയം. നടക്കാനായിട്ടൊന്നും ബുദ്ധിമുട്ട് പോലെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കടുവ വളരെ പണിപ്പെട്ടൊക്കെയാണ് നടക്കുന്നത്. ഇവന് നടന്നു പോയിട്ട് വെള്ളത്തിൽ പോയി കിടക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഇതെല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സന്തോഷമാണ്. എല്ലാവരും തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. ഈ നടന്നു പോകുന്നത് വെള്ളത്തിലേക്കാണ്. വെള്ളത്തിൽ പോയി കിടന്ന് വിശ്രമിക്കും. നല്ല രസമില്ലേ പോകുന്നത് കാണാനായിട്ട്? മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതൊന്നും കൂടി വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായി തീരും. അങ്ങനെ കടുവ വെള്ളത്തിൽ വിശ്രമിക്കുകയാണ്. ഇതാണ് അവിടെ ഈ കടുവയുടെ കൂട്. അപ്പൊ നല്ല രസമായിട്ടത് സജ്ജീകരിച്ചിട്ടുണ്ട്. ബാംബു ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം. ഒരു ബാംബുവിൻ്റെ ഒരു തോട്ടം തന്നെയായിരുന്നു ഈ സ്ഥലം. അത് വെട്ടി ആണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ബാംബു ഇവിടെ ഉണ്ട്. നടപ്പാതയുടെ സൈഡെല്ലാം അത് ബാംബു കൊണ്ടാണ്
ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ജൂഡ് സാറാണ്. അടുത്തത് കാണാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക. എന്ത് മൃഗമാണ് ഇത് എന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും കാണാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെയും ചെറിയ മൃഗങ്ങളുണ്ട്. എന്താണ് എന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യൂ. അടുത്തത് കാണുന്നത് പുള്ളിമാനാണ്. പുള്ളിമാൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണോ? അല്ല. അപ്പൊ ഇതിൽ മൊത്തം പുള്ളിമാനാണ്. പുള്ളിമാൻ പ്ലാവിന്റെ ഇല തിന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അടുത്തത് പക്ഷികളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടേക്കുള്ള എൻട്രൻസ് ആണ് ഈ മനോഹരമായ എൻട്രൻസ് കാണുന്നത്. ഒത്തിരിയേറെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തണല് ഭാവിയിലേക്ക് നന്നായിട്ട് തണല് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. സ്റ്റെപ്പ് സൈഡിൽ നല്ല പച്ചപ്പ്, ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ 1-2 പക്ഷികളുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ടീം. ഇത്രയും പേരാണ് ഞങ്ങൾ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് പോയത്. തിരിച്ചു പോവുകയാണ്. വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. ഭാവിയിൽ ഇവിടെ എല്ലാം നിറച്ചും വണ്ടികളായിരിക്കും കിടക്കുക. ഇതുപോലെ ഫ്രീ ആയിട്ട് പോയി വരുവാനായിട്ടൊന്നും സാധിക്കുകയില്ല. അപ്പോൾ ഇത് ജനുവരിയോടുകൂടി പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ജൂഡ് സാറേ, നമസ്കാരം. അങ്ങനെ ജൂഡ് സാറിൻ്റെ ഒപ്പം ഒരു യാത്രയും കൂടി പോയിരിക്കുകയാണ്. ഇവിടെ ചുറ്റുമതിലൊക്കെയും ഉണ്ട്. ഞങ്ങളെ കയറിയ ഗേറ്റിൽ കൂടെ തന്നെയും തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടുള്ള പോക്കാണിത്. നമുക്ക് മനോഹരമായ ചെടികളെല്ലാം അവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ചെടികൾ കൊണ്ട് പേര് എഴുതി വെച്ചത് നേരത്തെ നിങ്ങൾ കണ്ടു. പല ഗേറ്റുകളുണ്ട്. നടന്ന് അവശതയായാണ് തിരിച്ചു വരുന്നത്. ചുറ്റുമതിലൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ കൂടെ ചാടി കയറി വരാനായിട്ടുള്ള അവസരമൊക്കെ ഉണ്ട്. ഇത് സെക്യൂരിറ്റിയൊക്കെ കണ്ട് പിടിക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന വണ്ടികൾ. ഒരു എൻഫീൽഡ് ഗ്രൂപ്പാണ്. എൻഫീൽഡ് വണ്ടികളല്ലാത്തതും നമുക്ക് ഗ്രൂപ്പിലുണ്ട്. ഏത് വണ്ടിക്ക് വേണമെങ്കിലും വരാം. ടീം റെമോ എന്നാണ് പേര്. പാലക്കാട് ഒക്കെ ഉള്ളതാണ്. പാലക്കാട് PVR എൻഫീൽഡിൻ്റെ ഒരു ഷോറൂമുമായിട്ട് ടൈപ്പ് ആണ്. പല വിധത്തിലുള്ള വണ്ടികളുണ്ട്. KTM ഉണ്ട്, യമഹയുണ്ട്. ഇതാണ് എൻ്റെ വണ്ടി. ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ വണ്ടികൾ ധാരാളമുണ്ട്. ഇതൊരു വൺ ഡേ എന്നും പറയാനായിട്ടില്ല, ചെറിയൊരു റൈഡ് ആയിരുന്നു. ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, കാറിന് വരുന്നവരുണ്ട്. അങ്ങനെ ഏത് വിധത്തിലും വന്നാലും നമ്മൾ ജോയിൻ ചെയ്യാം. താങ്ക് യു.